നമ്മിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വിടവാങ്ങിയ ഉമ്മൻചാണ്ടി സാറിനെ സ്മരിക്കാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ക്രമീകരിച്ച യോഗത്തിൽ എന്നെ കൂടി ക്ഷണിച്ചതിന് എൻ്റെ നന്ദി കടപ്പാട് ഞാൻ അറിയിക്കട്ടെ. KPCC തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിലും ഉമ്മൻചാണ്ടി സാറിനെ സ്മരിച്ചുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അടുത്ത ദിവസം നിയമസഭയുടെ നിയമസഭ സമ്മേളനത്തിൻ്റെ ഒന്നാം ദിവസം ചരമോപചാരത്തിന് അവസരമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 14ാം കേരള നിയമസഭയിലും 15ാം കേരള നിയമസഭയിലും ഉമ്മൻചാണ്ടി സാറിൻ്റെ സീറ്റിൻ്റെ അടുത്ത് എനിക്ക് ഒരു സീറ്റ് കിട്ടി. തൊട്ടടുത്തല്ല, ഇടയ്ക്ക് ഒരാളുണ്ട്. അദ്ദേഹം സാധാരണ വരാറില്ല. ഷൂട്ടിങ്ങിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ തമ്മിൽ കഴിഞ്ഞ 2 നിയമസഭയുടെ കാലങ്ങളിൽ നിരന്തരമായി ആശയവിനിമയം നടത്തുകയും സംസാരിക്കുകയും വ്യക്തിപരമായ കാര്യങ്ങളടക്കം പരസ്പരം കൈമാറുകയും ചെയ്തിരുന്നത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഇന്ന് സംസാരിക്കുന്നവരുടെ ലിസ്റ്റ് ഞാനൊന്ന് പരിശോധിച്ചു. നിയമസഭയ്ക്കകത്തും പുറത്തും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെയും അദ്ദേഹത്തെയും വിമർശിക്കുകയും എൻ്റെ പാർട്ടിയുടെയും എൻ്റെ മുന്നണിയുടെയും നിയോഗമനുസരിച്ച് നിയമസഭയ്ക്കകത്ത് 3-4 തവണയെങ്കിലും അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത ഒരു നിയമസഭാ സാമാജികനാണ് ഞാൻ. ഒരിക്കൽ പോലും വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല. ചില കടുത്ത വിമർശനങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ഉത്തരങ്ങൾ ബോധ്യപ്പെടുന്നതായി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പിന്നീട് മനസ്സിലാക്കി, ഒരൊറ്റ വാചകത്തിൽ ബോധ്യപ്പെടുന്ന മറുപടി അദ്ദേഹത്തിന് തരാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ മറുപടി തന്നാൽ തൻ്റെ സഹപ്രവർത്തകർ ചിലർക്ക് ദോഷം വരുമെന്നുള്ളത് കൊണ്ട് താൻ സ്വയം ആ കുറ്റം ഏറ്റെടുത്ത് മിണ്ടാതിരിക്കുകയായിരുന്നു എന്ന് പിന്നീട് പല ഘട്ടങ്ങളിൽ മനസ്സിലാക്കിയുണ്ടായി. വിശദാംശങ്ങളിലേക്ക് പോകുന്നത് അനുചിതമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പ്രതിപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന സമയത്തും മന്ത്രിയായി പ്രവർത്തിക്കുന്ന സമയത്തും 2 ചേരിയിൽ പരസ്പരം ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ആശയപരമായ അക്രമങ്ങൾ നടത്തുമ്പോഴും ഒരു ഘട്ടത്തിൽ പോലും ഒരു കാലുഷ്യം എന്നോടെന്ന് മാത്രമല്ല, കടുത്ത ഭാഷയിൽ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ നടത്തുന്നവരോട് പോലും ഞാൻ അങ്ങനെ നടത്തിയിട്ടില്ല. ഞാൻ കാര്യകരണ സഹിതം ചില വിഷയങ്ങൾ മാത്രം ഉന്നയിക്കുക അങ്ങനെയുള്ള ആളുകളോട് പോലും ഒരു കാലുഷ്യമില്ലാതെ നിൽക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്നത് അനുഭവത്തിലൂടെ പറയുവാൻ ഞാൻ ബാധ്യസ്ഥനാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു വിഷയത്തിന്മേൽ വളരെ ശക്തമായ ഒരു അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സാറ് മുഖ്യമന്ത്രിയാണ്, സാറാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നടത്തിയ ചില പരാമർശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അടിയന്തര പ്രമേയം എന്നോട് അവതരിപ്പിക്കാൻ പറഞ്ഞത്. നിയമപരമായ ചില വിഷയങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പം അതേ ഒരു വാക്കുപയോഗിച്ചു, ഏത് ജഡ്ജിയാണെങ്കിലും വന്ന വഴി മറക്കരുത്. അപ്പം ഞാൻ എഴുന്നേറ്റ ഉടനെ ചോദിച്ചു, ഞാൻ എപ്പോൾ എഴുന്നേറ്റാലും അദ്ദേഹം വഴങ്ങിത്തരുമായിരുന്നു. അങ്ങനൊരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ അങ്ങ് ശുപാർശ ചെയ്തിട്ട് ജഡ്ജിയായി എന്നാണോ അങ്ങ് ഉദ്ദേശിച്ചത്? ഒരു ചെറിയ ചിരിയോട് അദ്ദേഹം ആ വാചകം ആവർത്തിച്ചു, വന്ന വഴി ആരും മറക്കാതിരിക്കുകയാണ് നല്ലത്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുറിപ്പ് കിട്ടി, അദ്ദേഹത്തിൻ്റെതാണ്. ചെങ്ങന്നൂർ കോളേജിലെ കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ജഡ്ജി ചെങ്ങന്നൂർ കോളേജിലെ ഒരു കാര്യത്തിന് ആവശ്യമില്ലാതെ ഇടപെട്ടു. അവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന ആളുമായി ഇച്ചിരി വാഗ്വാദങ്ങൾ നടന്ന വിവരം അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞോട്ടെ. അപ്പം അദ്ദേഹം പറഞ്ഞില്ല. ഒരു കുറിപ്പാണ്. എന്നിട്ട് എന്നെ നോക്കി, ഇപ്പുറത്തില്ലേ, എന്നെ നോക്കി ഒരു ചിരി, ഒരു കുസൃതി ചിരി. പറയട്ടെ അത് ചോദിച്ചു. ഞാൻ ചിരിച്ചു കാണിച്ചു.
മറ്റൊരാളെ ഉപദ്രവിക്കണം എന്നൊരിക്കലും മനസ്സിലാഗ്രഹിക്കാത്തൊരു പൊതുപ്രവർത്തകനാണ്. തനിക്ക് നേരെ വരുന്ന കൂരമ്പുകൾ വഴിതിരിച്ചു വിടാൻ മാർഗങ്ങൾ ഉള്ളപ്പോൾ പോലും അത് വഴിതിരിച്ചു വിട്ടാൽ വേറൊരാളുടെ ശരീരത്തിൽ തറയ്ക്കുമെന്നുള്ളത് കൊണ്ട് ഇങ്ങോട്ട് പോരട്ടെ എന്ന് ധരിക്കുന്ന ഒരു പ്രകൃതം കേരള രാഷ്ട്രീയത്തിൽ അത്യപൂർവമാണ്. അത്യപൂർവമല്ല, വേറെ ഒരാളിലും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതാണ് ഞാൻ പറഞ്ഞത്, ചില വിഷയങ്ങളിൽ അദ്ദേഹം മറുപടി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം വളരെ നേരത്തെ തെളിയിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ പോലും ആ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയുള്ള വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് തൻ്റെ ഒരു സഹപ്രവർത്തകന് ദോഷം വരുമെന്നുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കാതെ സ്വയം ആ ആരോപണങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു പ്രകൃതം അദ്ദേഹം കാട്ടിയിരുന്നു എന്നത് പറയാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നതിന് നിരവധി ആളുകളുണ്ടല്ലോ. പൊതുപ്രവർത്തനത്തിന് ഒരു പുതിയ നിർവചനം ഉമ്മൻചാണ്ടി സാറ് അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൽ ജനസേവനമുണ്ട്, വികസന പ്രവർത്തനമുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്, വ്യക്തിബന്ധങ്ങൾ നിലനിർത്തി അത് ഊഷ്മളമായി സൂക്ഷിക്കുക എന്നതുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തൊരു പുതിയ ഒരു വ്യത്യസ്തമായ പൊതുപ്രവർത്തന ശൈലി. എല്ലാവർക്കും വ്യത്യസ്തമായ കാര്യങ്ങൾ പറയാനുണ്ടാകും. ഞാൻ പറഞ്ഞില്ല, ഞാൻ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും എൻ്റെ വീട്ടിലെല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും അറിയുകയും ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിർബന്ധം കാണിക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി. എൻ്റെ വിവാഹത്തിന് വന്നിട്ടുണ്ട്, മാതാവ് മരണപ്പെട്ടപ്പോൾ വന്നിട്ടുണ്ട്, എൻ്റെ മകളുടെ വിവാഹത്തിന് വന്നിട്ടുണ്ട്. 2 മാസം മുമ്പ് നടക്കുന്ന എൻ്റെ മകളുടെ കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ ആശുപത്രിയിൽ പോകുമ്പോൾ അദ്ദേഹം വികാരാധീനായി. കാരണം അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല, എഴുതി കാണിക്കലാണ്. ഞാൻ നേരത്തെ എല്ലാത്തിനും വന്നിട്ടുണ്ട്, ഇത്തവണ ഒരു വരയും കാണിച്ചു, ഇത്തവണ വരാൻ കഴിയില്ല, അത് സംസാരിക്കാൻ കഴിയുന്നൊരവസ്ഥയിലായിരുന്നില്ല. ഞാൻ അവസാനം ജീവനോടെ കണ്ടത് ബാംഗ്ലൂർ ആശുപത്രി വെച്ചാണ്. ഏപ്രിൽ മാസത്തിൽ കുറച്ച് സമയം ഇരുന്നു, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ആശയവിനിമയം ഞങ്ങൾ തമ്മിൽ നടത്തി, എഴുതിയല്ലെങ്കിലും ആംഗ്യത്തിലൂടെയൊക്കെ ആശയവിനിമയം നടത്തി. മകളുടെ വിവാഹത്തിന് വരില്ല, എവിടെയാണ് മകൾ എന്ന് ചോദിച്ചു. കെട്ടാൻ പോകുന്ന ചെറുക്കൻ എവിടെയാണ് എന്ന് ചോദിച്ചു. അതേ പേര്, കല്യാണക്കുറി പേര് കാണിച്ചിട്ട് എവിടെയെന്ന് ചോദിച്ചു. ഇതെല്ലാം ഞങ്ങൾ തമ്മിൽ ഒരു 10-15 മിനിറ്റ് നേരം ആശയവിനിമയം നടത്തി. അങ്ങനെ വ്യക്തിബന്ധങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ഞാനിത് പറയുമ്പോൾ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു സന്ദർഭം അദ്ദേഹവുമായി ഊഷ്മളമായ വ്യക്തിബന്ധം സ്ഥാപിച്ചതിൻ്റെ പറയാനുണ്ടാകും എന്നുള്ളത് കൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. KPCC സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ ഞാൻ 2 മിനിറ്റേ പ്രസംഗിച്ചുള്ളൂ. കാരണം നിരവധി നേതാക്കളുണ്ട്. വളരെ വൈകി 4 മണിക്ക് ആരംഭിച്ചത്. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ 6:30 ഞാൻ പറഞ്ഞൊരു വാചകം ശ്രീബുദ്ധൻ്റെ ഒരു സൂക്തം ഉദ്ധരിച്ചുകൊണ്ടാണ്. അപരൻ്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയുടെ കാരണക്കാരൻ താനാണെന്നറിയുമ്പോഴുള്ള മനസ്സിൻ്റെ സുഖമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുഖം. അപരൻ്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയുടെ കാരണക്കാരൻ താനാണെന്ന് തിരിച്ചറിയുന്ന സുഖമാണ് മനസ്സിൻ്റെ സുഖമാണ് ഏറ്റവും വലിയ സുഖമെന്ന് ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാർ ആ അർത്ഥത്തിൽ ഏറ്റവും അധികം സുഖിച്ച് ജീവിച്ച ഒരാളാണ്. നമ്മുടെ സുഖത്തിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം എന്നേ ഉള്ളൂ. നമുക്ക് നല്ല ഭക്ഷണം, നല്ല വിനോദം, നല്ല ഉറക്കം, നല്ല സിനിമ, ഇതൊക്കെയായിരിക്കും നമ്മുടെ സുഖത്തിൻ്റെ മാനദണ്ഡമെങ്കിൽ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി ആളുകളുടെ മുഖത്ത് സംതൃപ്തി സമ്മാനിച്ച അതിന് കാരണക്കാരൻ താനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും സുഖത്തോടുകൂടി മനസ്സമാധാനത്തോടെ ജീവിക്കാൻ നിരവധി ആക്ഷേപങ്ങൾ വരുമ്പോൾ അത് തളരാതിരുന്നത് ഈ സുഖം അദ്ദേഹം അനുഭവിച്ചതുകൊണ്ടാണ്. അങ്ങനെ സുഖിച്ച് ജീവിച്ച് ജീവിതം പൂർത്തിയാക്കിയ ആ അർത്ഥത്തിൽ, സുഖിച്ച് ജീവിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല ഭക്ഷണം കഴിച്ചു എന്ന അർത്ഥത്തിലല്ല. തിരുവല്ലയിലൂടെ ഒരു ദിവസം കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ മറ്റു ചില അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസം KSRTC കോളനിന്ന് പറഞ്ഞൊന്നും ആവർത്തിക്കുന്നില്ല. കല്ലൂപ്പാറ മണ്ഡലം കൂടി ചേർന്നതിന് ശേഷമുള്ള തിരുവല്ല മണ്ഡലത്തിൽ 2 PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് വേണ്ട എന്ന് PWD വകുപ്പ് ഒരു തീരുമാനമെടുത്തു. അതിൻ്റെ ഫലം എന്താ? മല്ലപ്പള്ളിയിലെ ഓഫീസ് പോവുക. അപ്പോൾ ഒരു സർവകക്ഷി നിവേദക സംഘം മല്ലപ്പള്ളിയിൽ നിന്ന് അദ്ദേഹത്തെ കാണാൻ തീരുമാനിച്ചു. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സമയം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ തിരുവല്ലയിൽ കൂടെ പോകും,
കവലയിൽ നിൽക്കുക. ഞാൻ പറഞ്ഞു കവലയിൽ നിന്ന് എങ്ങനെ നിവേദനം തരുന്നു? ഞാൻ ടി വി വരെ കയറാം. ഞാൻ സമയം ചോദിച്ചപ്പോൾ ഏതാണ്ട് 2:30-3 മണിയാവും. ഞാൻ പറഞ്ഞു ഭക്ഷണം ക്രമീകരിക്കട്ടെ, വേണ്ട. ഞാൻ ടി വിയിൽ കയറി. പക്ഷേ ചെങ്ങന്നൂർ എത്തിയപ്പോൾ പറഞ്ഞു, എന്നെ വിളിച്ച് പറഞ്ഞു, കുറച്ച് ബണ്ണും കുറച്ച് പഴവും ക്രമീകരിച്ചാൽ ഞങ്ങളുടെ വിശപ്പ് മാറും. ഈ സദസ്സിലുള്ള പല ആളുകളും അന്ന് ടി വിയിലുണ്ടായിരുന്നവരാ. അവിടെ വന്ന ആളുകളുടെ ഒരാൾക്കൂട്ടമുണ്ട്. അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ധൃതി കാണിച്ചിരുന്ന ആൾ അരമണിക്കൂറോളം അവിടെ ചിലവഴിച്ച് വിശദാംശങ്ങൾ കേട്ടു. ആ ആഫീസ് പോയില്ല, അതിനുള്ള ഉത്തരവ് ഇറക്കി. അവിടെയും ഞാൻ പറഞ്ഞത്, ജനക്കൂട്ടത്തിനിടയിൽ അവർക്കൊക്കെ സന്തോഷം പകരുന്നത് തൻ്റെ മനസ്സിൻ്റെ സുഖമായി, തൻ്റെ ജീവിതധർമ്മമായി, അതാണ് തൻ്റെ ജീവിതത്തിൻ്റെ ധന്യതയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമശിഷ്ടങ്ങൾക്ക് നന്മ ചെയ്ത് ജീവിതം ധന്യമാക്കിയ ഒരു മഹാത്മാവിനെയാണ് സ്മരിക്കുന്നത് എന്നോർത്ത് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നിങ്ങളോടൊപ്പം ഞാനും പ്രണാമം അർപ്പിക്കുന്നു. ഈ തിരുവല്ലായ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത നിരവധിയായ കാര്യങ്ങളിൽ അദ്ദേഹത്തോടുള്ള കടപ്പാട്, ഈ നാട്ടിലെ നിരവധി ആളുകളോട് വ്യക്തിബന്ധം പുലർത്തി തിരുവല്ലയെ സ്നേഹിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ തിരുവല്ല ജനതയുടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ.